അതെ, ആശാ വർക്കേഴ്സ് സമരം തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സമരപ്പന്തലിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആശാ വർക്കേഴ്സിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഇന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ സംസ്ഥാന ഘടകവുമായി നടത്തിയ ചർച്ചയിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർക്ക് ആകെ തുണയായിരുന്നത് മന്ത്രിയുമായുള്ള ഈ ചർച്ചയായിരുന്നു. പക്ഷേ അതും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇനി ഈ സമരത്തിനൊരു പുതിയ മുഖം കൈവരാൻ പോവുകയാണ്. എന്താണ് സമരപ്പന്തലിൽ നിന്നുള്ള വിവരങ്ങൾ? ഈ മഴയും വെയിലും കൊണ്ട 38 ദിവസം, ഈ 38 ദിവസത്തിനൊടുവിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നു. എന്നാൽ ആ ചർച്ച അലസിപ്പിരിയുന്നു. അതിൽ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് 3:30 മന്ത്രി വീണ ജോർജ് നിയമസഭയിലെ അവരുടെ ഓഫീസിലേക്ക് വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നു. എന്തെങ്കിലും ഒരു പരിഹാരമാകും എന്ന് ഇവർ പ്രതീക്ഷിച്ചു സ്വാഭാവികമായും. പക്ഷേ അതുണ്ടായില്ല. മന്ത്രി ഒരാവശ്യവും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല എന്നാണ് അവിടെ ചർച്ചയ്ക്ക് പോയ ആശാവർക്കർമാരുടെ പ്രതിനിധികൾ പറയുന്നത്. മന്ത്രി നടത്തിയത് പേരിനൊരു ചർച്ചയാണെന്ന് അവർ പറയുന്നു. NHM ഡയറക്ടർ നടത്തിയ ചർച്ചയിൽ നിന്നും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല എന്ന് പറയുന്നു. 300% വർധനവ് ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരും എന്ന് മന്ത്രി ചോദിച്ചതായി പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാമെന്ന് മന്ത്രി പറഞ്ഞതായി ആശാവർക്കർമാർ പറയുന്നു. സമരം നിർത്താനാണ് മന്ത്രി അഭ്യർത്ഥിച്ചത് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ഓണറേറിയം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയെ നടന്നിട്ടില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരാവശ്യവും പരിഗണിക്കപ്പെട്ടില്ല, ഒരു ചർച്ച നടത്തിയെന്ന് വരുത്തുക മാത്രം, അതാണ് ഉണ്ടായത് എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിരാഹാര സമരവുമായി നാളെ മുന്നോട്ട് പോകും. 11 മണിക്ക് നിരാഹാര സമരം എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് അവരുടെ പ്രതിനിധികൾ കൂടിയുണ്ട്. ദേ ഇപ്പോൾ നിങ്ങളുടെ ചർച്ച അവിടെ നടന്നിരുന്നു, അത് പരാജയപ്പെട്ടിട്ടുണ്ട്. സമരവുമായി മുന്നോട്ട് പോവുക, അത് തന്നെയാണോ തീരുമാനം? അതെ, അത് തന്നെയാണ് തീരുമാനം. പൂർവാധികം ശക്തിയോടെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഇവർ പോയപ്പോൾ ഞങ്ങൾക്ക് നേരിയ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് നാളെ ഈ സമരത്തിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഇത് ശരിക്കും ഗവൺമെൻറ് ജനങ്ങളുടെ, കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വിളിച്ച ഒരു ചർച്ച ഈ രണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല പൂർണ്ണ ബോധ്യത്തോടെ ഞങ്ങൾ ഇവിടെ ഇരുന്നത്. ഇതിൽ കൂടെ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അവരിൽ നിന്ന്. തീർച്ചയായും അവരവരുടെ ഭാഗം പറയുന്നുണ്ട്. കാരണം അവർ വലിയ പ്രതീക്ഷയോടെയാണ് ചർച്ചയ്ക്ക് പോയത്. പക്ഷേ ആ ചർച്ചയിൽ അവർക്ക് അനുകൂലമായ ഒരൊറ്റ തീരുമാനം പോലും മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അവരുടെ പക്ഷം. സമരം തുടരും. നാളെ മുതൽ 11 മണിക്ക് നാളെ ആരംഭിക്കും അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം. ശ്രീകാന്ത്, അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ആശമാർ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അവിടുത്തെ ആശമാർ പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, അങ്ങനെ ആ ചർച്ച യാതൊരു തരത്തിലും ഫലം കണ്ടില്ല എന്നാണ് ആശമാർ ഇപ്പോൾ പറഞ്ഞത്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും ഈ സമരത്തിനായി. പ്രത്യേകിച്ച് നാളെ കൂടുതൽ കടുപ്പിക്കുകയാണ് ഈ സമരം. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ആശമാർ പറഞ്ഞത്? അതായത് ഈ ചർച്ചയിൽ ആരോഗ്യമന്ത്രി ഇവരെ കേട്ടു എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ അതിൽ സർക്കാരിൻ്റെ ചില പ്രശ്നങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്താനാണ് മന്ത്രി ശ്രമിച്ചത് എന്നതിനപ്പുറം യാതൊരു തരത്തിലുള്ള പിന്തുണയും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണോ ഇവർ പറയുന്നത്? തീർച്ചയായും അതായത് ഒരു വിധത്തിലും പ്രതീക്ഷ നൽകുന്ന ഒരു മറുപടിയും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇന്ന് രാവിലെ നടന്ന, അതായത് 12 മണിക്ക് നടന്ന NHM ഡയറക്ടറുടെ ചർച്ചയ്ക്ക് സമാനമായ രീതിയിലുള്ള നിലപാട് തന്നെയാണ് ആരോഗ്യമന്ത്രിയും സ്വീകരിച്ചത്. പക്ഷേ ആരോഗ്യമന്ത്രി വളരെ സമാധാനത്തോടു കൂടി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതികൾ മനസ്സിലാക്കണമെന്നെല്ലാമാണ് പറഞ്ഞത്. എന്തായാലും സംഘടനാ പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഭാവികമായി നിങ്ങൾ സമരത്തിലെത്തുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം NHM ഡയറക്ടർ ചർച്ച നടത്തി പരാജയപ്പെട്ടെങ്കിലും മന്ത്രി ഇടപെട്ട് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? അതെ, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ചർച്ചയ്ക്ക് പോയത്. കഴിഞ്ഞ നേരത്തെ ചർച്ചകളെല്ലാം അതിന്റെ പ്രാരംഭ ചർച്ചകളായിട്ടാണ് ഞങ്ങൾ പരിഗണിച്ചത്. ഇന്ന് രാവിലെ നടന്ന NHM നടന്ന ചർച്ചകൾ പോലും അതിന്റെ ഒരു പ്രാരംഭ ചർച്ചയെന്നാണ് വരുന്നത്. പക്ഷേ ഈ ചർച്ചയിൽ കൂടുതൽ പ്രതീക്ഷയോട് വെച്ചത് കോൺക്രീറ്റ് ആയ ഒരു കാര്യങ്ങളും മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉപദേശം ധാരാളം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണം, എനിക്ക് ആശാവർക്കർമാർ ഇങ്ങനെ കിടക്കുന്നതിലും ഇരിക്കുന്നതൊക്കെ വലിയ സങ്കടമുണ്ട്. ഞങ്ങൾ അവരോട് പറഞ്ഞ് സങ്കടം പ്രകടിപ്പിക്കേണ്ടത് അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടാണ്. 26,000 ശതമാനം ആശാവർക്കർമാരും ഈ സമരത്തെ ഉറ്റുനോക്കുന്നത്, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും ഇടതുപക്ഷ വിശ്വാസികളും തൊഴിലാളികളും ഉറ്റുനോക്കുന്നത് ഇവർ എന്തു നേടുന്നു എന്നുള്ളതാണ്. ഒന്നും നേടാനില്ലാതെ ഞങ്ങൾ അവിടെ പോയിട്ട് പിരിഞ്ഞു പോകണമെന്ന് മാഡം പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾക്ക് അത് കഴിയും? സമരം നിങ്ങൾ ചർച്ച ഏകദേശം അരമണിക്കൂറിലധികം നീണ്ടു നിന്നോ? അരമണിക്കൂർ സമയം ഇത് തന്നെയാണോ ചർച്ച? അതെ, ഒരേ കാര്യം തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ വീണ്ടും പറഞ്ഞു ഈ 3 കാര്യത്തിൽ, അതായത് 21,000 രൂപ ആയിട്ട് വർദ്ധിപ്പിക്കുക, അതേപോലെ 5 ലക്ഷം രൂപ റിട്ടയർമെന്റ് കൊടുക്കുക, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ഇത് മോണിറ്ററി ഡിമാൻഡാണ്.
ഒപ്പം സ്വാഭാവികമായി സമരത്തിലുള്ള ഒരാൾക്കും ശമ്പളം കിട്ടാത്ത സാഹചര്യമുണ്ട് നിലവിൽ. അതിലെന്തെങ്കിലും ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കാമെന്നുള്ള സൂചനയെങ്കിലും തന്നെ ഉപദേശം നൽകുന്നതിനൊപ്പം? ഇല്ല, അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല. കാരണം സമരം അവസാനിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ അത് ചർച്ചയ്ക്ക് വരുന്നുള്ളൂ. വളരെ വിഷമത്തോടു കൂടിയാണ് ഈ സമരപന്തലിലേക്ക് പോകാൻ പോകുന്നത്. വിഷമമൊന്നുമില്ല ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ സമരം ചെയ്ത് അത് നേടിയെടുക്കും. കാരണം കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ തൊഴിലാളികൾ, ഇടതുപക്ഷ വിശ്വാസികളെല്ലാം ഞങ്ങളുടെ ഒപ്പമാണ്, ഈ ഡിമാൻഡിന്റെ കൂടെയാണ്. നിങ്ങളിത് നേടണമെന്നാണ് അവർ പറഞ്ഞത്. തീർച്ചയായും ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ ആദ്യം മുതൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചോ അതേ നിലപാട് തന്നെയാണ് ഇന്നും സ്വീകരിച്ചത് എന്നുള്ളതാണ് നിരാശാജനകം. ഒരു രീതിയിലും പ്രതീക്ഷ നൽകുന്ന ഒരു മറുപടിയോ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശമോ പോലും ആരോഗ്യമന്ത്രിക്ക് നൽകാനുണ്ടായിരുന്നില്ല. എന്തായാലും സമരസമിതി അംഗങ്ങൾ ഇനി നേരെ സമരവേദിയിലേക്ക് പോവുകയാണ്. അവരെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ അറിയിക്കണം. കാരണം ചർച്ചയുമായി ബന്ധപ്പെട്ട് ദീർഘമായ ചർച്ച നടന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ അറിയിക്കേണ്ടതുണ്ട്. ചേച്ചി, ഇനി സമരപന്തലിലേക്കല്ലേ പോകുന്നത്? അതെ, സമരപന്തലിലേക്ക് എല്ലാം പറഞ്ഞ ഫോണിൽ ബന്ധപ്പെട്ടവരോടെല്ലാം ഇനി എന്തായാലും സമരപന്തലിലേക്ക് അവർ പോവുകയാണ്. സമരത്തിൽ ഈ ചർച്ചയ്ക്ക് എത്തിയവരുടെ വാക്കുകൾ പ്രതീക്ഷിച്ച് സമരക്കാർ ഇരിക്കുന്നുണ്ട്. എന്തായാലും നാളെ മുതൽ ഈ നിരാഹാര സമരം 11 മണിക്ക് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. അത് ശക്തമായി അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. എന്തായാലും നിലവിൽ ഇതുവരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മറുപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇനി ഏത് രീതിയിൽ സമരം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു പക്ഷേ ആലോചനകളും ഉണ്ടാകും. നിലവിൽ വളരെ വിഷമത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലാണ് അവർ ഇവിടുന്ന് മടങ്ങിപ്പോയത്.